നമസ്കാരം. താരസംഘടനയുമായി അകലം പാലിക്കാൻ മോഹൻലാൽ തീരുമാനിച്ചതിന് പിന്നിൽ യുവനടന്റെ ഓഡിയോ സംഭാഷണവും കാരണമായെന്ന് സൂചന. തീർത്തും മോശക്കാരനാകും വിധം മോഹൻലാലിനെ കുറ്റപ്പെടുത്തി യുവനടൻ സംസാരിക്കുന്ന ഓഡിയോയാണ് അമ്മയിലെ ഭാരവാഹിത്വം വേണ്ടെന്ന തീരുമാനത്തിലേക്ക് ലാലിനെ എത്തിച്ചത്. ഈ ഓഡിയോയിൽ ലാലിൻ്റെ മകനെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈ സംഭാഷണം ലാലും കേൾക്കാനിടയായി. ഇങ്ങനെ തന്നെ പരിഹസിക്കുന്നവർക്ക് വേണ്ടി നിലകൊള്ളേണ്ടതില്ലെന്ന നിലപാടിൽ മോഹൻലാൽ എത്തുകയായിരുന്നു. സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിലും ലാലിൻ്റെ മകൻ പ്രണവ് ഒരു കാര്യത്തിലും ഇടപെടാറില്ല. ആരുമായും മത്സരത്തിനും പോകാറില്ല. സൂപ്പർ ഹിറ്റുകളിലെ നായകനാണെങ്കിലും അതിൻ്റെ ബഹളങ്ങളിലേക്ക് പോലും പ്രണവ് പോകാറില്ല. ഈ സാഹചര്യത്തിൽ മകനെതിരായ നടൻ്റെ വിമർശനം ലാലിനെ ഏറെ വേദനിപ്പിച്ചു. ഇതുകൊണ്ടുകൂടിയാണ് അമ്മയിൽ നിന്ന് ബ്രേക്ക് എടുക്കാനുള്ള ലാലിൻ്റെ തീരുമാനം. നേരത്തെ നടിയെ ആക്രമിച്ച കേസും വിവാദങ്ങളും മോഹൻലാലിനെ വേദനിപ്പിച്ചിരുന്നു. അന്നും സ്ഥാനമൊഴിയാൻ സന്നദ്ധനായി. എന്നാൽ മമ്മൂട്ടിയുടെ സ്നേഹനിർദ്ദേശം മോഹൻലാൽ ഉൾക്കൊണ്ടു. വീണ്ടും അമ്മയുടെ അധ്യക്ഷനായി. ഇനി മമ്മൂട്ടിയുടെ സമ്മർദ്ദമുണ്ടായാലും അമ്മയുടെ ഭാരവാഹിയാകില്ലെന്ന് മോഹൻലാൽ ഉറപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞു. നിലവിലെ പ്രസിഡന്റായ മോഹൻലാലിന്റെ നിലപാടാണ് ഭാരവാഹി തിരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വനിതാ അംഗത്തെ കൊണ്ടുവരാനും ആലോചനയുണ്ട്. 3 മാസത്തിനകം അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംഘടനയിൽ പ്രാരംഭ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. ഞായറാഴ്ച നടന്ന പൊതുയോഗത്തിൽ പ്രസിഡന്റായി മോഹൻലാൽ തുടരണമെന്നായിരുന്നു അംഗങ്ങളുടെ പൊതുവികാരം. എന്നാൽ അത് തള്ളിക്കളഞ്ഞാണ് മോഹൻലാൽ നിലപാട് വ്യക്തമാക്കിയത്. ഭരണസമിതിയിലെ ജനറൽ സെക്രട്ടറി അടക്കമുള്ളവരുടെ രാജിയിലേക്ക് നയിച്ച സാഹചര്യം പൂർണ്ണമായും മാറിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മോഹൻലാലിന്റെ നയപ്രഖ്യാപനം. പുതിയ തലമുറയിലെ അംഗങ്ങൾ നേതൃത്വത്തിലേക്ക് കടന്നു വരണമെന്നും അവർ അധ്യക്ഷ പദവിയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എന്താണെന്ന് മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഉണ്ണി മുകുന്ദൻ രാജിവെച്ച ട്രഷറർ സ്ഥാനത്തേക്ക് അഡ്ഹോക് കമ്മിറ്റിയിലെ ഒരു അംഗം വരുമെന്നാണ് സൂചന. എന്നാൽ ജനറൽ സെക്രട്ടറിയായിരുന്ന സിദ്ദിഖ് രാജിവെച്ച ഒഴിവിലേക്ക് ഒരു വനിതയെ പരിഗണിക്കണമെന്ന ആവശ്യത്തിന് പൊതുയോഗത്തിലും മികച്ച പിന്തുണ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ മോഹൻലാൽ മാറിക്കഴിഞ്ഞാൽ എല്ലാ സ്ഥാനങ്ങളിലും മത്സരം ഉറപ്പാണ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച കുക്കു പരമേശ്വരൻ 27 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. ചിലരെല്ലാം അടുത്ത കാലത്ത് അട്ടിമറി വിജയം നേടി. ഇപ്പോൾ അഡ്ഹോക് കമ്മിറ്റിയിലുള്ള വനിതകളായ അൻസിബ ഹസൻ, സരിയു മോഹൻ, അനന്യ, ജോമോൾ എന്നിവരാരും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാനുണ്ടായില്ല എന്നാണ് വിവരം. സീനിയറായ മറ്റ് ചില വനിതാ അംഗങ്ങൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ എത്തിയേക്കുമെന്നാണ് സൂചന. അമ്മയുടെ 31ാമത് വാർഷിക പൊതുയോഗമാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്നത്. 13 വർഷത്തിന് ശേഷം ജഗദീഷ് ശ്രീകുമാർ യോഗത്തിൽ പങ്കെടുത്തു. മമ്മൂട്ടി, ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദൻ, നിവിൻ പോളി, മുകേഷ് തുടങ്ങിയവർ എത്തിയില്ല. പക്ഷേ പ്രമുഖ യുവനടന്മാർക്ക് ആർക്കും അമ്മയുടെ താല്പര്യമില്ലെന്ന ചർച്ചയും സജീവമാണ്. നിലവിലെ ജോയിന്റ് സെക്രട്ടറി ബാബുരാജിനെ സെക്രട്ടറിയാക്കി അഡ്ഹോക് കമ്മിറ്റി തുടരാനായിരുന്നു ആലോചന. ട്രഷറർ സ്ഥാനത്ത് തുടരാനില്ലെന്ന് ഉണ്ണി മുകുന്ദൻ അറിയിച്ചിരുന്നു. ട്രഷറർ, ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങൾ സംബന്ധിച്ച് ധാരണയുണ്ടായില്ല. ജനറൽ ബോഡിയിൽ അഡ്ഹോക് കമ്മിറ്റി തുടരുന്നതിൽ അംഗങ്ങളിൽ നിന്ന് എതിർപ്പുണ്ടായി. തുടർന്നാണ് ജനാധിപത്യപരമായി തിരഞ്ഞെടുപ്പ് പിന്നീട് നടത്താമെന്ന മോഹൻലാലിന്റെ നിർദ്ദേശം യോഗം അംഗീകരിച്ചത്. പുതിയവർ വരട്ടെയെന്നും അമ്മയിൽ താൻ എപ്പോഴും ഉണ്ടാകുമെന്നും മോഹൻലാൽ യോഗത്തിൽ അറിയിച്ചു. അഡ്ഹോക് കമ്മിറ്റി ഉടൻ യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് തീയതിയും നടപടിക്രമങ്ങളും നിശ്ചയിക്കും. മത്സരത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തും. അഡ്ഹോക് കമ്മിറ്റിക്ക് തുടരാവുന്ന കാലാവധി അതിക്രമിച്ച സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. മോഹൻലാൽ പ്രസിഡന്റായി തുടരണമെന്ന് അഡ്ഹോക് കമ്മിറ്റി നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു. മത്സരം ഒഴിവാക്കിയാൽ തുടരാമെന്നാണ് അദ്ദേഹം മറുപടി നൽകിയത്. പക്ഷേ പിന്നീട് അതിന് കഴിയില്ലെന്ന് നിലപാട് മോഹൻലാൽ എടുത്തു. കഴിഞ്ഞ വർഷം മോഹൻലാൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയിലെ സെക്രട്ടറി സിദ്ദിഖ് പീഡന കേസിനെ തുടർന്ന് ഓഗസ്റ്റ് 27 രാജിവെച്ചതോടെയാണ് അഡ്ഹോക് കമ്മിറ്റി വന്നത്.